വാഷിംഗ് മെഷീനിൽ പാത്രം കഴുകാൻ പോയി. എന്റെ ഒലക്കവല ട്രൗസർ ഇനി എന്റെ തൊള്ളക്കല്ല പ്ലാസ്റ്റിക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ചിരിക്കാനും ചിരിക്കാനും കരിയാനും ഉണ്ട്. പാവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെയാണ്. ഇന്ന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ചെറുത് ചിരിക്കേണ്ട സ്ഥലം, ചിരിച്ചാ പടി കിട്ടും ഉറപ്പാണ്. നമ്മളെ ശൈലല്ലേ, ഷൈല ഫാൻസ് ഇളകും. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഷൈല ഫുള്ള് കഥകൾ ഇന്ന് പറഞ്ഞു തരും, എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഷൈലനോട് ചോദിച്ചേക്കാം. ചെറുതായിട്ട് കാല് പൊട്ടി. അത് ഷൈല എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞോണ്ടാ. എന്താ സംഭവിച്ചത് എക്സാക്ട്ലി സത്യം പറയാ എന്താണ് ഇവിടെ അങ്ങനല്ല, നമുക്ക് ഓടാണ് പാളിയത്. വാഷിംഗ് മെഷീന്റെ അങ്ങനല്ല, കറക്റ്റ് പറയാ അങ്ങോട്ട് പോയി അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളത്. വാഷിംഗ് മെഷീനിൽ പാത്രം കഴുകാൻ പോയി. അപ്പം വാഷിംഗ് മെഷീന്റെ അടുത്ത് എന്തിനാ എന്താ പറയാ പറഞ്ഞു കൊടുക്ക്. മിന്നൽ ഷൈലിന്റെ കാലൊടിഞ്ഞി. ഇപ്പം വാഷിംഗ് മെഷീൻ ഷൈല, വാഷിംഗ് ഷൈല അങ്ങനട്ടല്ലോ പേര്. രണ്ട് കൊമ്പൊക്കെ പിടിച്ചവർത്തല്ല ഇവിടെ ഇങ്ങനെ നിൽക്കലേക്കണോ. പറയൂ തങ്കമണി, എന്നാച്ചി എന്നാ സംഭവിച്ചു? ഞാൻ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി ഇടേനി. അപ്പൊ എന്റെ ഒലക്കവല ട്രൗസർ ഉമ്മ വാഷിംഗ് മെഷീനിൽ ട്രൗസർ ഇട്ടത്. അപ്പൊ അത് പൊട്ടിക്കെടുക്കാ തോന്നണേ ആ മൂടി. അപ്പൊ അതിന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുള്ള അത് കാൽമക്ക് വീണ്. ഇങ്ങനെ വീണതുകൊണ്ട് പൊട്ടി. ഇത്ര ഉള്ളു മൂടി. പക്ഷെ ഇതാണ് ഇവള് പറയണത്. പക്ഷെ സംഭവം അതല്ല. വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഇളകി ഇറങ്ങി പുറത്തേക്ക് ചാടിപ്പോ വാഷിംഗ് മെഷീനെ മൂടിലിട്ട് പോലെ ചവിട്ട് കൊടുത്താ അങ്ങോട്ട് നീങ്ങി പോവാനേ. ഞാൻ എത്തിയ നിഗമനം അതാണ്. വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഓൾ അങ്ങോട്ട് നീക്കിയതാണ്. സാധനം എത്തിയ നിഗമനം വാഷിംഗ് മെഷീന്റെ മൂടി വീണപ്പോൾ കാലായിട്ടുണ്ട് ജഗ്ല ഇതാണ്. അങ്ങനെയാണോ സ്കില്ല് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഷായിലെ മിന്നലിന്റെ എഫക്ട് പറഞ്ഞതുപോലെ ഇത് പറയണം. ഞാൻ പറഞ്ഞത് വാഷിംഗ് മെഷീൻ തന്നെ തട്ടിയിട്ട് തന്നെ നമ്മള് മിന്നലിന്റെ നിങ്ങളെല്ലാം കുറെ കണ്ടുപിടുത്തം നടത്തി, അതേപോലെ നടത്തിക്കോളി. ഷായിലാനെ ഊക്കിയിട്ടുണ്ടല്ലോ മോളെ. ഓളെ ഫാൻസ് ഒക്കെ പാടെ ഞാനവിടെ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. വരാൻ പറ്റില്ല. വടക്കേത്തല ഹൗസ്, കുപ്പിവളിയോ, കുപ്പിവളവ്, നെടുവ, അത്താണി, PO 67 അഡ്രസ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. സാധനം അപ്പൊ നമ്പർ കൊടുക്കേണ്ടി വരുമോ? നമ്പർ കൊടുത്തോളാം. അല്ല ഇതില് മെസ്സേജ് അയച്ചോട്ടെ. നമ്മൾ പേഴ്സണൽ നമ്പർ പറയാം. വടക്കേത്തല ഹൗസ്, നെടുവ, അത്താണി, ചെട്ടിപ്പടി, PO 67 അതിലേക്ക് ഫ്രൂട്ട്സ് അയച്ചാൽ ചിലപ്പോൾ ഡാമേജ് ആവും. ചോക്ലേറ്റ്സ് അയച്ചോട്ടെ. ഓക്കെ, ചോക്ലേറ്റ്സ് ഇഷ്ടം. വലിയ വലിയ ചോക്ലേറ്റുകൾ വന്നോട്ടെ, വലിയ പാക്കുകൾ വന്നോട്ടെ. പഴം എന്തിനായിരുന്നേ? നമ്പർ കൊടുക്കണ്ടല്ലോ. ഈ നമ്പർ കഴിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല, വാ അവിടെ ഉണ്ടാവില്ല, ഇമ്മച്ചി പണി തിരക്കില്ല. സാലു അവിടെ ഉണ്ടാവില്ല. സാലു ആ കുപ്പി എടുത്തോണ്ട് ക്ലാസ് കഴിഞ്ഞ് വരും. നമുക്ക് ഇവിടെ ഓരോന്ന് ചെയ്ത ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയിട്ട് ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി ഷൈല യാസ്മിൻ എഴുതണം കേട്ടോ. അതിന്റെ ഷൂട്ടൊക്കെ മുടങ്ങി. ഇന്ന് ഇജ്ജ് സിനിമാ നടിയായിട്ടൊക്കെ അഭിനയിക്കുന്ന സാധനം കുഴപ്പമില്ല. കാലൊടിഞ്ഞ സിനിമാ നടിയൊക്കെ ഇത് ഇവിടെ ശരിക്കും ഇവിടെ കാലിന്റെ നീളം തന്നെയാണ്. അല്ലല്ല, ഇതാ ഇവിടെ എത്തിക്കുന്ന കാല് ഓടാണ്. ഷായിലിന്റെ കാല് ഒടിഞ്ഞപ്പോഴല്ലേ ആന്റിന്റെ കാലൊടിഞ്ഞ കണ്ടങ്ങള് അവിടെ നമുക്കില്ലേ. ഇത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ കഴിഞ്ഞാൽ അടുത്ത ഫ്രിഡ്ജ്.
ഫ്രിഡ്ജ് കഴിഞ്ഞാ പിന്നെ അത് കഴിഞ്ഞ പെര വേണ്ട പെരോള് നീക്കട്ടെ നീ. നമുക്ക് ഇരിക്കാൻ സ്ഥലം മിന്നൽ ഷായിലേക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വാഷിംഗ് മെഷീൻ എടുത്ത് പൊതിച്ചാ അതാണോ എനിക്ക് തോന്നുന്നുണ്ട്. ഉമ്മച്ചിനോട് ചോദിച്ചു പോകുമ്പോ അങ്ങനെയല്ലേ ഇനി മാക്സി ഒക്കെ ഇട്ടുകണ്ടെങ്കിൽ അല്ല വ്ളോഗ് എടുക്കുന്ന നോക്കറിയാത്. അല്ല ഹോസ്പിറ്റലിൽ എത്തിയപ്പോ വാവന്റെ ഫ്രണ്ട് വയ്ക്കുക റീച്ചിന് വേണ്ടി കാലൊടിച്ചാലോടാ അത്. ഏയ് അങ്ങനൊന്നല്ല കേട്ടോ അവളെ പാവാണ്. ഞാൻ എന്നാലും ഇന്ന് ഷായിലിനെ കൂടെയാണ്. ആരോ ഫോൺ വിളിക്കും. എന്റെ ഫോണാ എന്റെ ഫോണിന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്റെ ഫോണോ എന്നാലും ഷായില എങ്ങനെ നമ്മള് എന്നിട്ടും ഞാൻ ഓളെ കളിയാക്കാൻ ഓള് പറഞ്ഞ എന്നോട് കാക്ക നിങ്ങളതിന് നിൽക്കണ്ട നിങ്ങളെ എയർ കയറുന്ന സ്നേഹമുള്ള ഭാര്യയാണ്. ഞാൻ മുത്താണത്. എന്തിനായിരുന്നു നിന്നെ പറയും ഞാൻ മുത്താണ് പറയും. കാക്ക മുട്ടല്ല സാധനം എല്ലാവർക്കും വിളിച്ചറിയാം. ഷായിലിന്റെ കാലൊടിഞ്ഞ് ഷായിലിന്റെ കാലൊടിഞ്ഞ് ഇത് കാണുന്നവർ നമുക്ക് കൊറിയറായിട്ട് കൊണ്ടുവന്നുള്ളൂ. ഷായിലിനൊക്കെ എനിക്ക് പുറത്ത് നിന്നിട്ട് പറഞ്ഞാല് ഇന്ന് എല്ലാരും കേട്ടോ. അത് പോവാന്ന് പറയാൻ. ഞാൻ സ്റ്റോറി ഇടും. ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ പാർസൽ ഒന്നോട്ടോ കുഴപ്പമില്ല. ഞാൻ സ്റ്റോറി ബോൺവിറ്റ ഞാൻ സുന്നത്ത് ഇനി കെടുക്കില്ല. ഞാൻ സ്റ്റോറി ഇടാം. സ്റ്റോറി ഇട്ട കുറെ ആൾക്കാർ ചോദിക്കാൻ വരും. ഞാനും ഷായിലിങ്ങനെ കാൽമകാലൊക്കെ കേട്ടിക്കണേ. ഏതാ സീന് രാജാവ് പില്ലോന്റെ മേലെ വെക്കാനായിരുന്നു കാര്യം. അന്നൊരു പില്ലോ എടുത്തോണ്ടോ നല്ലോണം. ഏതേ പഴയ പില്ലോ എടുത്തു. സ്നേഹമുള്ള ഇളച്ചന്, സ്നേഹമുള്ള നാത്തൂന്, സ്നേഹമുള്ള അമ്മായിമ്മ തൊട്ടേക്ക് പണിയെടുക്കണം പാവം. പിന്നെ സ്നേഹമുള്ള ഭർത്താവ്, സ്നേഹനിധിയായ ഭർത്താവ്. കാല് ബുക്ക് ഇതെന്റെ അല്ലേ നമുക്ക് ഉള്ളില് പഴയതൊന്റെ പോന്റെ കൂടെ തോന്നുന്നു. അവിടെ ഞാനോട് ഉപയോഗിക്കാത്തോന്റെ അല്ലാറിന് വെച്ചോടാ. എടാ പഴയത് വിടുന്നുണ്ടാ ആ സാധനം ആവും. പോവില്ല. എന്താണ് ഈ വിലയേറിയ നിമിഷത്തിൽ നിങ്ങൾക്ക് പറയാൻ എന്താണുള്ളത്? എന്താ പോളെന്ന് ഗെറ്റപ്പ് അവിടെ ഇരിക്കുന്ന നീ കുറച്ചു ഭരണോ ആ വെള്ളക്കുപ്പി താഴത്ത് വെച്ചാളിയൊക്കെ അത് വിൽക്കും. ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ ഉണ്ട് ഇരിക്കട്ടാ മോട്ടർ ഡേ പിന്നെ മോട്ടർ ഇട്ടാണ്ട് വരും ഇട്ടാ അതേമാതിരി ചായ എന്നെ വിളിക്കല്. ഹലോ ആ ഫാൻ ഒന്നിട്, ഹലോ ആ ഫോണൊന്ന് കുത്തിയിട്, ഹലോ ആ ചാർജർ ഒന്ന് എടുക്ക്, കുറച്ച് വെള്ളം, കുറച്ച് ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. എന്തൊക്കെ പറഞ്ഞ അനക്കരുത് അല്ല അനക്കരുത് ചവിട്ടരുത് ആ കൊന്നല്ലേ നനക്കരുത് നനക്കരുത്. അപ്പൊ ഓക്ക് കുളി നിർത്തി. അല്ല കുളി ഇപ്പൊ ഓൾമോസ്റ്റ് മനസ്സിലായല്ലോ. നിർത്ത അതില്ല. അപ്പൊ സമാധാനം ഇനിയിപ്പോ ഒരു മാസത്തിന് ഓൾക്ക് കുളി. എല്ലാരും ചിരിക്കണ അവിടുന്ന്. മറ്റേ ഇപ്പൊ വീഡിയോ എടുത്താണ്ട് നിക്കണില്ലേ ഇനിയാ പിന്നെ കാറ് കയറാണ്ട് അപ്പൊ എല്ലാരും ചിരിക്കണേ. ഇപ്പൊ വീഡിയോ എടുക്കണ കണ്ടിട്ടാണോ എന്താ അറിയില്ല. നമ്മളെ മനസ്സിലായണ്ടോ പോകുമ്പോ നടന്നു പോയ ഞാൻ ഷായിലൊക്കെ ഇപ്പൊ കുളി നിന്ന് സുഖമല്ലോ. ഞാൻ എന്റെ അരി കുളിക്കാതൊക്കെയില്ല. അന്നെ കുളിക്കില്ല, കുളിക്കുന്ന അനിക്കരുത് പറയണല്ലോ. അപ്പൊ കുളിയെ നമുക്ക് അലർജി ഒഴിവാക്കിക്കളാം. കുളിക്കാത്ത കുളിയെ ഒഴിവാക്കിക്കളാം. പറയ് അൽഫാം ഷവായ മന്തി പറഞ്ഞോട്. സാലൊക്കെ കാല് മുറിയായ വേണ്ട നിങ്ങള് കുടുങ്ങും. ചോദിക്കരുത്, കൊന്നാലും ചോദിക്കരുത് എനിക്ക് എന്താ വേണ്ടിയത്. കഞ്ഞി എടുത്തിട്ട് ഒരു കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇതൊക്കെ പറയ് നമുക്ക് ലോങ് ആണ്. വണ്ടിന്റെ കൊമ്പരില്ലേ, രണ്ട് കൊമ്പ് വണ്ടിന്റെ കൊമ്പരില്ലേ നല്ല കുട്ടം കിക്കലാക്കിയാലേ അവിടെ ലോല ഉള്ളു കൂടെ. അതാണ്. എന്നാലും ഷായിലേക്ക് എവിടാണ് എല്ലൊക്കെ പൊട്ടി. 2 ആഴ്ച കണ്ടിന്യൂ റെസ്റ്റ് ആണ്. ഷായിലന്റെ ലീലാവിലാസങ്ങൾ ഉണ്ടാവില്ല, ഷായിലന്റെ മിന്നൽ കഥകൾ ഉണ്ടാവില്ല. ഇനി എന്റെ തൊള്ളക്കല്ല പ്ലാസ്റ്റർ. പോവോ തൊള്ളക്കല്ല പ്ലാസ്റ്റർ ഇട്ടത്. ഓളെ പോവോ? ഇത് പോവോ?
പോവാണ്. ഏ ഓളൊന്ന് പോവും. പോ പോ നോക്കട്ടെ ചെലപ്പോ. ഓള് ലീവിന് പോവാ. കാലടിച്ച് ലീവിന് പോവാ. ഷൈല പോയ കണ്ണന് ശൈലനെ പറഞ്ഞ ആക്കി തരാൻ ശൈല വേണ്ട എനിക്ക് ചേട്ടനി പൊടിയൻ ശൈലാണ്. ഒടിയാണോ ആ മിന്നൽ ചായല പോയി ഒടിയൻ ചായലാവുന്നു. ഇത് വടയക്ഷി. ആഹാ കഞ്ഞി കണ്ടപ്പോ തിരിഞ്ഞിക്കണൊക്കെ കുറച്ച് അൽഫാം എടുക്കട്ടെ. അതിനും എക്സ്റേ എടുത്താ കാണിച്ചു കൊടുക്കട്ടെ ഓക്ക്. ഓൾക്ക് ഓഡിയൻസ് കാണിച്ചോട്ടോ. ഓളത് ഇവിടെ പൊട്ടിയതെന്ന് കാണിച്ചു. ഇതാണോ പൊട്ടിയെ? അവിടെ തള്ളവരല് പറഞ്ഞാൽ എനിക്ക് ഇതാണോ? ഇതെന്താ രണ്ട് ഇതാണ് ഇതെന്താ ഇങ്ങനെ? ഇതിലേതാ പൊട്ടിയെ? തള്ളവരല്. ഇതാണ് തള്ളവരല്. ഇതിലേതാ? രണ്ടും ഒരു കാല. മോൾഭാഗം. അപ്പൊ ഇതാണ് പൊട്ടി വന്നത് അവിടെ. എനിക്കും പൊട്ടിയനല്ലേ എന്റെ കൈ ഇവിടെ. അന്റെ ആരും അടിച്ചു പിടിച്ചതാവും. ആ സ്കൂളിൽ നിന്ന് അല്ല മറ്റേ പഴയ സ്കൂളിൽ നിന്ന്. സ്കൂളിൽ നിന്നാ ചുങ്കത്തുനിന്ന് സ്റ്റൂള് വന്ന് വീണിട്ടാ. പൊട്ടിയ സ്റ്റൂളുമ്പോ കയറി സീഡ് എടുക്കാൻ പൊളിഞ്ഞിട്ട് വീണ് കൈ കുത്തി വീണു. ചെറുതല്ലോ. അങ്ങനെ പൊട്ടി രണ്ടര അവിടെ പൊട്ടി. ഒന്ന് ഞാൻ ചവിട്ടിട്ട് കുഞ്ഞാവ് കുഞ്ഞാവ് ചവിട്ടി. ഇവിടുത്തല്ലേ? കുഞ്ഞാവില്ല എന്നോട് പറഞ്ഞു. പെരത്തെ ആളെ വിളിക്കാനും വേണ്ടി ഞാനും കുഞ്ഞാവ് കേറാൻ ഞാൻ ആദ്യം കേറി. കുഞ്ഞാവ് പിടിച്ച് വലിച്ചിന്നെ നേരെ സാനുവിനെ ചവിട്ടി താഴത്ത് കിട്ടുന്നു ഞാൻ അത്ര അല്ലേ? എന്താ പുളിങ്കുരിട്ട് കളിക്കുമ്പോളാ ഞാനിങ്ങനെ പുളിങ്കൂരിൽ സ്കോർ ചെയ്യാ. ഈ കള്ളക്കളിയാണ് എടുക്കാൻ ഒറ്റ ചവിട്ടി. കുഞ്ഞാവ് ഒറ്റ ചവിട്ടി ഇവിടെ വീർത്തണ്ട് വന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോ ഇങ്ങനെ നിക്കാന് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കരുത്. സാധനം വിളിച്ചേക്ക് ഇതൊക്കെ ഉപ്പന്റെ മുഖത്ത്. ഞാൻ അത്ര ക്രൂരല്ല. സാന അന്ന് കുറച്ച് സാനില്ലേ കുഞ്ഞാക്ക് അടിട്ടാനും വേണ്ടി ചടിയിലൊക്കെ കിടന്നുകൊണ്ട് കളിച്ചു. വെയിലൊക്കെ ഇട്ടായാല് കുഞ്ഞാനെ കുഞ്ഞാവിനെ കാട്ടി. ഇമ്മച്ചിയെ നിങ്ങൾ എന്താ സംഭവിച്ച സത്യാവസ്ഥ എന്താണ് എങ്ങനെ ഷായിലെ പറഞ്ഞ് ഓളിങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ഓള് വാഷിംഗ് മെഷീൻ തട്ടി തെറിപ്പിച്ചാർന്ന്. നിങ്ങൾ പറയാ എന്താ സംഭവിച്ചത്? അത് ഞാൻ മുണ്ട് കൊണ്ടിട്ടപ്പോ അത് തട്ടിയപ്പോ വീണ് അത്ര മുണ്ട ഇന്റെ ട്രൗസർ അവള് പറഞ്ഞേ. ആരെ ട്രൗസർ? എനിക്ക് തോർത്തുണ്ടോന്നില്ല. പച്ച ഇക്ക് ഉണ്ടെന്നുള്ളു. പക്ഷെ ഇവിടെ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. ചാരിച്ചതേന്ന് തോന്നുന്നു. കുഞ്ഞാവാ ഇനിയിപ്പോ ഇത് വേസ്റ്റ് ആയല്ലോ. ഇത് ഒരു കാൽമേല് അതുപോലെ തന്നെ അല്ലേ ഇനി ഇതിന്റെ മോൾ കൂടെ ഇടണ ഇങ്ങനെ തന്നെ അത് അഹങ്കാരാണ്. അഹങ്കാരല്ല അഹങ്കാരം. അഹങ്കാരം. ഒരു കസാര വെക്കുക. ഞാനൊരു 6 മാസം അങ്ങനെ കിടന്നല്ലേ. കുഞ്ഞാവ കിടന്ന മാതിരി ആള് കെട്ടിട്ടില്ല. കെട്ടാണ്ട് കിടന്നില്ല 6 മാസം. ഒന്നാമത് കുഞ്ഞാന്റെ കാല അനക്കാൻ പാടില്ല. ഇന്റെ അവസ്ഥ അനിതാ പാണ് എന്റെ മുത്താണ്. എന്നെ കുളിപ്പിക്കണോ അപ്പയുടെ ഇപ്പിക്കണൊക്കെ വെച്ചേ. എത്ര വയസ്സില്? ഐ തിങ്ക് ഒരു 18 എല്ലാതും അങ്ങനെ തന്നെ മര കൊണ്ട് അടക്കുള്ളൂ. ടോപ്പിലേ പോണക്ക അതെ ചുണ്ടെന്താ വീണപ്പോ തന്നെ എനിക്ക് ഒരു അമർന്ന ഫീല് മാറി. ലിപ്സ്റ്റിക് വേണം ഇടാന് വേണ്ടി വേണം. ഓർഡർ ചെയ്ത് തരുമോ? ആദ്യം ഓർഡർ ചെയ്യുമ്പത്തെ പൈസ നമുക്കൊരു വിഷയമല്ല. ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടും ഇല്ല, ആമസോണും ഇല്ല. ഓനില് ഫ്ലിപ്കാർട്ട് ഇല്ല. എടാ അതിൽ മൈക്ക് അടുത്ത് വെച്ചാൽ ആപ്പ് സ്റ്റോർ ഇല്ല. ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് സ്റ്റോർ ഇന്ത്യയിൽ ബാനാണ്. എന്റെ ഐഫോണിലെ ബാനാണ് ആപ്പ് സ്റ്റോർ. ഞാൻ പറഞ്ഞുതരാം. ഷെയ്ഡ് എടുക്കാൻ കാണിച്ചു തരാം. ഇല്ലില്ല. ഓ അവിടെ ഇതൊക്കെ അവിടെ മറ്റേവിടെ ഇതുമ്പോ നമുക്ക് 100 100 5000 വാങ്ങാം. ബാ ബാ നമുക്ക് പോവാ. ഇതുമ്പോ ഹലോ ഹലോ കുട്ടിപ്പേ
കുട്ടിക്ക് കുഴപ്പമില്ല. ഇജ്ജറിഞ്ഞാ ചായലിന്റെ കാലൊടിഞ്ഞി. എന്താ കാൽമലല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് ആപ്പിള്, മുന്തിരി, ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം. ആ പിന്നെ ഓളെ തിന്ന് സഹായിക്കാൻ ഞാന് ഞാൻ മുറിച്ചു കൊടുക്കും. അപ്പൊ ഒരു കണ്ട ഞാൻ നിന്നു, 3 കണ്ടോളൂ നിന്നു. അല്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ് മോയെ. ഓടെ 2000 ഉറുപ്പ്യയുടെ ഇപ്പൊ വെച്ചു കൂട്ടാ. എന്താ പറയാവുന്നില്ല എനിക്ക്. ഇത് 2000 എപ്പ കിട്ടും? ആ എന്ന് എന്നെത്തുന്നിട്ട് കൊറേ ദിവസമായി. ഇപ്പൊ ഒരു 4 മാസമായി എത്തും ഇതുവരെ എത്തിയിട്ടില്ല. ബ്ലോക്ക് പെട്ടാണ് പറഞ്ഞാളാ. ബ്ലോക്ക് പെട്ടതാണ് പറഞ്ഞാളാ. ആയിക്കോട്ടെട്ടാ. ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തോളാ. ഓർഡർ ചെയ്തോളാ. ഓർഡർ ചെയ്തോ? ഞാൻ ഓർഡർ ചെയ്തോ? ഞാൻ പൈസ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് അഡ്രസ് ലിപ്സ്റ്റിക് പറഞ്ഞ സാധനം മനസ്സിലാ. അല്ലേ വേറെ ഏതെങ്കിലും സാധനം കൊടുത്താലോ? വേണ്ട. അത് ഓളത് എടുക്കണി. എന്താ ചുളി പറയാ. കണ്ടാണ്ടോ? ഓക്കെ, ഞാൻ അഡ്രസ്സിൽ ഇത് അയച്ചാൽ മതി. ചോക്ലേറ്റ്, മുട്ടായി അങ്ങനത്തെ ഐറ്റംസ് അയച്ചാൽ മതി. അപ്പോൾ ഗൈസ് എനിക്ക് മുട്ടായി കഴിക്കണ പണിയല്ലേ ഇത്? തൊള്ളാണ് പൊട്ടിച്ചോ. അന്റെ കാലിനെക്കാട്ടി ബലുണ്ട് പിന്റെ കാല്. കിട്ടിയാണ്ടല്ലോ അന്റെ കാലിനെക്കാട്ടി കട്ടിങ് കഴിയുണ്ടോ പിന്റെ കാല്? ചായലിന്റെ കാട്ടാനത്ത് വരില്ലല്ലേ തുള്ളി പഞ്ഞാല്. അപ്പൊ ഗൈസ് ചായലിന്റെ കാലൊക്കെ ഒടിഞ്ഞി. അവള് പാവാണ് ഇരിക്കണേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുള്ളൂല്ലേ? അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് പറയാൻ ഓളില്ല. അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഇറങ്ങണ പറയാൻ ആളില്ല. ഇപ്പോൾ മൂടില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. ഓക്കെ, ബൈ. എന്താ പറഞ്ഞേ? പെറ്റെടുത്ത് തിന്നണ എനിക്കുണ്ട്. പെറ്റെടുക്കണ പെറ്റെടുത്തോലും ഇങ്ങനെ തിന്നല്ലേ. അപ്പൊ മേറ്റുള്ളി കഴിഞ്ഞാ കുടി പിന്നെ പണ്ടില്ലാത്തോണ്ട് കുഴപ്പമില്ല. ആദുനല്ലേ? ആദുന ആട്ടും ചെയ്യാ. അവിടെ അപ്പൊ വെള്ളം എടുത്ത് വരാ. ഇപ്പൊ ഇവിടെ നോക്കി ഒരാള് ആനെ കട്ട് ചെയ്തോളാം. ഒരാളെ നോക്കി ഏത് 2 കാലമല്ലോ? അവനെ ഷോക്സ് ഇട്ടാരി എടുക്കില്ല. വെച്ചില്ല അത്. ഇത് മുതലെടുത്ത് ആൾക്കാരോട് നിൽക്കാൻ പോവാന്ന് 5-6 മാസം ഇങ്ങനെ ഇരുന്നാ മതി. പണി കൊടുക്കണ്ട. ഇതൊരു അവസരമാണ്, മനസ്സിലായ? ഈ അവസരം മുതലെടുക്കണം. എൻ്റെ ഞാനതിന് വാഷിംഗ് അടുത്തേക്ക് പോകലും ചെയ്യണ്ടോ? അതായത് പോത്ത ആളാണ് ജി. ഞാനിതെന്താണ് കാണുന്നത്? ഞാൻ മുമ്പിൽ നിന്നിട്ട് സോപ്പ് പൊടി ഇടുക. അപ്പൊ ഉമ്മ അപ്പുറത്തുനിന്ന് ഇതിട്ടതാ. അപ്പൊ വീണപ്പോ എന്റെ കാൽമ വീണെന്ന്.
ഉമ്മ അള്ളിട്ടതാ തള്ളിയിട്ടല്ല ഇവ തട്ടി നിങ്ങൾ തള്ളിയിട്ടാണെന്ന് ശൈല പാടായിരുന്നു ശൈലക്ക് ശൈല വാരി തരണം ശൈല വാരി തരണം എന്റെ കയ്യിന് കുഴപ്പമില്ല വാരി തരണം നേരത്തെ സാലിനോട് കേട്ടോ, എന്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ടുണ്ട്, തൊള്ളക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല. പെർഫോമൻസ് എന്നിട്ടുണ്ട്. ചൂടെടുക്കണം എന്നാലും അങ്ങനെ ഇപ്പൊ സുഖമായി. ഇഞ്ഞൊക്കെ പെര പോയിട്ടൊരു മാസം നിക്കാം. കാലിന് കുഴപ്പമില്ല മീൻസ് തിന്നണിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ പക്ഷെ തിന്നാൻ കഴിയില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോധം പോയി അതല്ല ഇങ്ങനൊക്കെ വെച്ചിരുന്നിട്ട് എന്തോ പോലെ വെയിറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു ഇരിക്കാൻ തോന്നുന്നു ഇതേപോലെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇത് വെയിറ്റ് കൂടുതലാണ്ട് ഒഴിവാക്കിയാണ് ഇത് ഇങ്ങനെ ശൈല പോവും ശൈല നീ പോവും എന്തായാലും ഇപ്പാ ശൈല പോവല്ലടോ ഇന്നോട്ടിന്റെ കമ്പനിക്കാരന്റെ കേട്ടോ, റീച്ചിന് വേണ്ടി കാലൊടിച്ചാണോ? ശൈല പാവാണടാ ടീച്ചിന് വേണ്ടി എന്റെ കാലൊടിക്കുവോ അങ്ങക്കൊക്കെ കാലില്ലേ പാവാണ് ആന്റിന്റെ കാല് നോക്കാണ് ആന്റിന്റെ കാല് ഇങ്ങനെ ആയില്ലേ എന്താ സംഭവം നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഇങ്ങോട്ടേക്ക് എന്തേനി കാല് എന്തായി ഊഞ്ഞാലി അല്ലേ എന്തൊക്കെ പഞ്ഞി എങ്ങനെ വീട്ടിലുള്ള ആദ്യടക്കം മുക്കാറ് അതുപോലെ വേണ്ട. ജീജിന്റെ കാലൊക്കെ ജീജിന്റെ കാലൊക്കെ ഇവിടുന്ന് മുടിച്ചടിച്ചോക്കെ അത് ഇന്ന് സായിലാക്കി ഞാൻ റെസ്റ്റാണ് കേട്ടോ എന്നാലും ഞങ്ങൾ പൊന്തിച്ചോണ്ട് കൊടുക്ക് വെറുതെ വിടൂല ഇരിക്കാനും പറ്റില്ല കേട്ടോ ഫുള്ള് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഫുള്ള് ഞാനായിരുന്ന. അതെ എന്നാ അതിനെക്കാട്ടി അറിയാം ഞമ്മക്കൊരു അവസരം കിട്ടും തന്നെയാണ് പോലെ അവള് പറഞ്ഞേ, നേരത്തെ പറഞ്ഞു എനിക്കൊരു അവസരം വരും കാക്കാണ്. ഏ ഓക്കെ ബൈ